അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ദുറൂസുൽ ഇഹ്സാനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ആദ്യത്തെ പ്രവർത്തനം ചേർത്തി എഴുതാം. ബ്രാക്കറ്റിൽ നിന്ന് ചേർത്ത് എഴുതാം. 1. സിറാത്തുൽ മുസ്തഖീം പഠിപ്പിക്കാൻ എന്താണ്? ബ്രാക്കറ്റിൽ കാണാം സമസ്ത. 2. ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. 3. ഈമാനിൻ്റെ പകുതി ക്ഷമ. 4. ഭർത്താവിൻ്റെ കടമ പാർപ്പിടം എന്ന് കാണാം. 5. ദുആ മുഅ്മിനിൻ്റെ ആയുധം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവർ. ഓപ്ഷൻ ഉണ്ട്: സ്വഹാബി, മുർസലുകൾ, താബിഉകൾ. ശരിയായത് സ്വഹാബി. 2. വീടിൻ്റെ അയൽപ്പക്കം ഓരോ ഭാഗത്തെയും ഡാഷ്. 20 വീട്, 40 വീട്, 30 വീട്. അയൽവാസി എത്രയാണ്? 40 വീടാണ്. 3. കിടന്നുറങ്ങരുത്. ഓപ്ഷൻ ഉണ്ട്: മർക്കബ്, മഖ്അദ്, മഖറത്ത്. ശരിയായത് മഖ്ബറത്ത്. 4. അദ്ഉനി. ഓപ്ഷൻ ഉണ്ട്: അസ്തഹിബ് ലക്കും. 2. അസ്തജിബ് ലക്കും. 3. അസ്തഗ്ഫിർ ലക്കും. ശരിയായത് അസ്തജിബ് ലക്കും. മൂന്നാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം. 1. 2 കൊല്ലത്തെ ദോഷം പൊറുക്കും. 2 കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ഏതാണ്? ബ്രാക്കറ്റിലുണ്ട്: മുഹറം നോമ്പ്, അറഫ നോമ്പ്. ശരിയായത് അറഫ നോമ്പാണ്. 2. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമാണ്. ബ്രാക്കറ്റിൽ കാണാം മസ്ജിദ്, ഖുർആൻ. ശരിയായത് ഖുർആൻ. 3. കുടുംബത്തിൻ്റെ തുടക്കം. ബ്രാക്കറ്റിലുണ്ട് ജനനം, വിവാഹം. ശരിയായത് വിവാഹം. 4. ഉറങ്ങുന്ന സമയം അല്ലാഹു ഏറ്റെടുക്കുന്നു. ബ്രാക്കറ്റിലുണ്ട് റൂഹ്, ജസദ്. ശരിയായത് റൂഹ്. 5. അദ്ദുആഉ ഡാഷ് അൽ മുഅ്മിനു. ബ്രാക്കറ്റിലുണ്ട് സിലാഹു, ഫലാഹു. ശരിയായത് സിലാഹു. അതൊക്കെ കാണാതെ പഠിച്ചു വെക്കുക. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. ആരാണ് ശുഹദാക്കൾ? ഉത്തരം: സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. 2. പുണ്യം കൂടിയ 3 പള്ളികൾ. പുണ്യം കൂടിയ 3 പള്ളികൾ: 1. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ അഖ്സ, അതുപോലെ മസ്ജിദുൻ നബവി. ചോദ്യം 3. നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? ഉത്തരം: നമ്മുടെ ഓരോ ചലനവും അവൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം. അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത്. ചോദ്യം 4. വിനാശകരമായ 2 അവയവം ഏത്? 1. നാവ്, മറ്റൊന്ന് ഗുഹ്യസ്ഥാനം. 5. സ്ത്രീകളിൽ ഖൈർ ആരാകുന്നു? ഉത്തരം: അവൻ അവളിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. അവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. അവളുടെ ശരീരത്തിലും അവളുടെ കൈവശമുള്ള അവൻ്റെ ധനത്തിലും അവനിക്ക് ഇഷ്ടമില്ലാത്തത് അവൾ പ്രവർത്തിക്കുകയില്ല. ചോദ്യം 6. ദുആ എന്നാൽ എന്ത്?
ഉത്തരം തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. ചോദ്യം 7. സ്ത്രീകളിൽ കൂടുതലായി നരകത്തിൽ ആവാൻ കാരണം. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഇനി കണ്ടെത്താം. 1. അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഹിജ്ജ 11, 12, 13. അടുത്ത ചോദ്യം, കുടുംബത്തിൽപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുന്നതിൻ്റെ 2 കൂലി ഏതൊക്കെയാണ്? 1. സ്വതക്കയുടെ പ്രതിഫലം, മറ്റൊന്ന് കുടുംബബന്ധം ചേർത്ത പ്രതിഫലം. ചോദ്യം 3. 4 മദ്ഹബുകൾ ഏതൊക്കെയാണ്? ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹനഫി മദ്ഹബ്. ഇനി ചോദ്യം 4. അറഫ ദിവസം. ദുൽഹിജ്ജ 9 അറഫ ദിവസം. അടുത്തത് 5. ഉറങ്ങാൻ പാടില്ലാത്ത ഒരു സമയം. ഉത്തരം ഫജ്ർ വെളിവായ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസ്റിൻ്റെ ശേഷവും ഉറങ്ങരുത്. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. സുബ്ഹാന റബ്ബിക റബ്ബി ഡാഷ് അമ്മ യസിഫൂൻ ഡാഷ് അലൽ മുർസലീന ഡാഷ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. പൂരിപ്പിച്ചു കൊടുക്കാം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയലാണ് ഡാഷ് ഗീബത്ത്. 3. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയണം. ഇനി അടുത്തത് സാരം എഴുതാം. 1. ഇന്നി ലസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറത്തിൻ. നിത്യവും 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. 2. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതൊക്കെയാണ് ചോദ്യോത്തരങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.